ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, എനിക്കൊരു കോൾ വരുന്നു. ഞാൻ ഹലോ 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 ഹലോ. അയ്യോ, ഞാനെന്തോ മറന്നല്ലോ. ഞാനേ ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. അത് പെട്ടെന്ന് പൃഥ്വി കോള് കട്ട് ചെയ്യുകയും എടുക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോ എന്നെ അവോയ്ഡ് ചെയ്യാന്നാ ഞാൻ വിചാരിച്ചേ. അവോയ്ഡ് ചെയ്യാനോ? എന്തിന്? തന്നെ ഞാൻ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്? എൻഗേജ്മെന്റ് കഴിഞ്ഞതോടെ താന്റെ ഹാഫ് വൈഫാ, മറക്കണ്ട. അത് ശരിയാ. മനസ്സുകൊണ്ട് പൃഥ്വി എനിക്കിപ്പോ എന്റെ ഹസ്ബൻഡ് തന്നെയാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള്. സത്യത്തിൽ എനിക്കത് ബോധ്യപ്പെട്ടത് പൃഥ്വിയെ കിട്ടാതിരുന്ന ഈ കുറച്ച് സമയം കൊണ്ടാ. അത് കൊള്ളാലോ. 1-2 കോള് മിസ്സായപ്പോ എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? അതൊന്നും എനിക്കറിയില്ല പൃഥ്വി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പൃഥ്വി ഇല്ലാതെ എനിക്കിനി പറ്റില്ല. അതുകൊണ്ട് ഒന്നിന്റെ പേരിലും എന്നെ ഇനി അവോയ്ഡ് ചെയ്യരുത്. ശരി ശരി, സമ്മതിച്ചു. എന്താ പോരെ? ഇനി ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാൻ ഫോൺ എടുത്തോളാം. പോരെ? അത് മതി. പിന്നെ പറയ്, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? വെറുതെ എന്നെ കളിയാക്കുകയാണല്ലേ? തന്നെ കളിയാക്കാനോ? എന്തിന്? ഞാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. തന്റെ ചേച്ചി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഓ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കൂടുതലൊന്നും ചോദിച്ചുമില്ല. പിന്നെ ദുർഗയെ ഒരു ചേച്ചിയായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല. അതുകൊണ്ട് അവളെന്തെങ്കിലും പറയുമ്പോ പൃഥ്വി ആ വാല്യൂ കൊടുത്താ മതി. ശരി, എനിക്ക് താൻ പറയുന്നത് മാത്രമേ വാല്യൂ ഉള്ളൂ. എന്താ പോരെ? അത് മതി. എടാ എടാ അങ്ങനെയല്ല, എടാ ഗോപ്രോ അവൻ തരില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോ എങ്ങനെങ്കിലും ഒന്ന് വാങ്ങിക്കണം. അത് ശരിയാ. എന്ന് വെച്ച് ഗോപ്രോ ഇല്ലാതെ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ ആ ക്യാമറയ്ക്ക് വേണ്ടി അത്രയ്ക്ക് ആഗ്രഹിച്ചതാ. നിനക്ക് അപ്പുറത്തെങ്ങാനും പോയി ഫോൺ ചെയ്തൂടെ? ഞാനിവിടെ സംസാരിക്കുന്ന കണ്ടില്ലേ? ആരാ? അഭിജിത്താണോ? അതെ. എന്തോ ക്യാമറയുടെ കാര്യം എന്തോ പറയുന്നുണ്ടല്ലോ. എന്താ സംഭവം? ഓ അതോ, അവന് വേറെ പണിയൊന്നുമില്ല. ഇപ്പോ ഗോപ്രോ ക്യാമറ വേണോന്നാ പറയുന്നേ. അഭിജിത്തിന് വ്ലോഗ് ചെയ്യാനായിരിക്കും അല്ലേ? അതേം തോന്നുന്നു. ഫോണിന്റെ ക്യാമറ ചെയ്യുന്നത് പോരാഞ്ഞിട്ടാ ഇപ്പൊ അവന് ഗോപ്രോ ക്യാമറ. അവന് വട്ട. അശി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. കുറച്ച് പണിയുണ്ട്. ശരി, ഫ്രീ ആവുമ്പോ വിളിക്കണം കേട്ടോ. ഷുവർ. ബൈ ബൈ. എന്താണ് വിളിച്ചാലെടുക്കാൻ ഒരു താമസം? ഏയ്, ഞാൻ മറ്റൊരു കോളിലായിരുന്നു. അതെനിക്ക് മനസ്സിലായി. ബട്ട് മുമ്പൊക്കെ എന്റെ കോള് കണ്ടാല് നീ എത്ര ഇമ്പോർട്ടന്റ് കോളിലാണെങ്കിലും അത് കട്ട് ചെയ്ത് എന്റെ കോൾ എടുത്തേനെ. ഇപ്പോ നീ വലിയ ആളായി എന്നൊരു തോന്നലുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ നീ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾ എത്രയാണെന്നറിയാമോ? കണ്ടെയ്നർ പിടിച്ചത് നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. പെൻഡ്രൈവ് നഷ്ടപ്പെട്ടത് നീ കാരണമാണ്. അതുവഴിയാണ് പോലീസ് തമിഴ്നാട്ടിലെ നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞതും ആ പ്ലാൻ പൊളിഞ്ഞതും. 50 കോടിയാ നീ കാരണം എനിക്ക് നഷ്ടമായത്. അതിന്റെ പകുതി 25 കോടി രൂപ നീ എനിക്ക് തരണം. ഞാനോ? അതെ, നീ തന്നെ. വാട്ട്? ഞാൻ എങ്ങനെ ഇത്ര പണം കൊണ്ട് തരുന്നേ? അതെനിക്കറിയണ്ട. നിങ്ങളുടെ ചാനൽ വിറ്റോ പ്രോപ്പർട്ടികൾ വിറ്റോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് കാശുണ്ടാക്കാം. പക്ഷേ എനിക്ക് എന്റെ പണം കിട്ടിയിരിക്കണം. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്റെ അത്രയും ക്യാഷുമില്ല. നിന്റെ കയ്യിലുണ്ടാവും. അത് വാങ്ങാൻ എനിക്കറിയാം. ഏയ് ഏയ്, ഹലോ ഹലോ.
കിരൺ കിടന്നില്ലേ? ഇല്ല, ഞാൻ വെറുതെ കുറച്ചു നേരം പുറത്തേക്കാൻ കരുതി. ആ. എനിക്ക് ഉറക്കം വന്നില്ല. അല്ലെങ്കിലും ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് ഒരുപാട് നാളായി. കിരണിന്റെ കയ്യിൽ മുമ്പ് എനിക്ക് വാങ്ങിച്ച സിഗരറ്റ് വല്ല ഇരിപ്പുണ്ടോ? ആ, ഉണ്ടാവും, ഞാനൊന്ന് നോക്കട്ടെ. ആ. ഈ മാസം ഡോക്ടറെ കാണാൻ പോയിരുന്നോ? ഇല്ല, അടുത്ത ആഴ്ച ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കായിരുന്ന അല്ലതാ ഏട്ടാ? ഇപ്പോഴും സീട്ട് വലിയൊക്കെ ഉണ്ടാ? വല്ലപ്പോഴും ഒരെണ്ണം കിരൺ വാങ്ങിത്തരും. അത് ഞാൻ നിർബന്ധിച്ച് പറയുന്നോണ്ട് തരുന്ന കേട്ടോ. കുട്ടന് വേണോ? അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് ആ ശീലമില്ല. പിന്നെ തണുപ്പത്ത് ഒരു രണ്ടെണ്ണം കിട്ടിയാ ഓക്കെ. അതിനിപ്പോ ഇവിടെ ഒരു വഴിയുമില്ല. അയ്യയ്യേ, അത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എന്താ ആർക്കും ഉറക്കൊന്നുമില്ലേ? ആ. അച്ഛൻ സിഗരറ്റ് വലിച്ചോ? ഏയ്, ഇല്ല. വെറുതെ നോണ പറയണ്ട. ഇവിടെ സിഗരറ്റിന്റെ നല്ല മണമുണ്ട്. അച്ഛനല്ലാതെ വേറെ ആരും ഇതിവിടെ വലിക്കില്ല. അച്ഛന് വലിക്കാൻ സിഗരറ്റ് തന്നത് കിരൺ തന്നെയായിരിക്കും. ഏയ്, ഞാനോ? അതെ, കിരൺ തന്നെ. എല്ലാം കള്ളന്മാരും. ഓ, അവളൊരു പോലീസുകാരി, ഞങ്ങളൊക്കെ കള്ളന്മാരും. ഇവിടെ ആരും സിഗരറ്റ് വലിച്ചിട്ടില്ല, മണവുമില്ല. ആ, പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോവാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ, അതെ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ ഹലോ 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 ഹലോ. അയ്യോ, ഉം, ഞാൻ എന്തോ മറന്നല്ലോ. നിന്നെ. ഞാനേ ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. കുട്ടേട്ടൻ വന്നത് അച്ഛന് വലിയ ആശ്വാസമായിന്ന് തോന്നുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ ഒരാളായല്ലോ. അതെ, ശരിയാ. ജീവിതത്തിൽ ഒരു നല്ല പാർട്ട്ണറും നല്ല കൂട്ടുകാരും ഒക്കെ നമുക്ക് ഉണ്ടാവണം. കിരൺ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. അതെന്താ? അല്ല, അപ്പോ നല്ലൊരു ലൈഫ് പാർട്ട്ണർ കിട്ടുമല്ലോ. അയാളെ തന്നെ നല്ല ഫ്രണ്ട് ആയിട്ടും കാണാം. എനിക്ക് ദുർഗയെ കല്യാണം കഴിച്ചാൽ മതി. കിരൺ എന്താ പറഞ്ഞേ?